ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മണിക്കൂറിൽ 40,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഇന്ന് പുഷ്പയ്ക്ക് വിറ്റ് പോകുന്നത്. ഇന്നലെ 30,000-നടുത്ത് അല്ലെങ്കിൽ 35,000-നടുത്താണെങ്കിൽ ഇന്ന് 40-ന് മുകളിലേക്ക് എത്തുകയാണ്. അതായത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പോയ കണക്കുകളാണ് ഈ ഒരു സിനിമയ്ക്ക് പറയുന്നത്. ഗംഭീരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള ബുക്കിംഗാണ് ഇപ്പോൾ പുഷ്പയ്ക്കുള്ളത്. ശനി ഞായറിൽ കാട്ടുതീ എന്ന് തന്നെ പറയാം. ഇതിനോടകം ശനിയാഴ്ചത്തെ കളക്ഷൻ ഈ പറഞ്ഞ പോലെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 20 കോടി കടന്നിരിക്കുന്നു. വെള്ളിയാഴ്ച 12.5 കോടി നേടിയ സിനിമ ശനിയാഴ്ച 20.5 കോടിയോളമാണ് നേടിയിരിക്കുന്നത്. അതായത് ഹിന്ദിയിൽ നിന്ന് 665.5 കോടി കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനോട് കൂടി ഒരുപക്ഷെ 700 കോടിയിലേക്ക് സിനിമ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഹിന്ദിയിൽ നിന്ന് മാത്രമായിട്ട് അതൊരു സർവ്വകാല റെക്കോർഡ് തന്നെയാണ്. അതായത് വർക്കിംഗ് ഡേയ്സിലെല്ലാം തന്നെ 15 കോടി നേടുകയും വീക്കെൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് 20 കോടിക്ക് മുകളിലും. ഇന്ന് ഞായറാഴ്ച കൊലത്തി ബുക്കിംഗ് എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അത് തന്നെയാണ് നമുക്ക് ഇതിനകത്തിൽ കാണാൻ കഴിയുന്നത്. ഇതിനോടകം തന്നെ സിനിമ 1700 കോടി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളത്തേക്ക് അതിൻ്റെ സിനിമയുടെ ഒരു കളക്ഷൻ വരും എന്നുള്ളതിന് പ്രതീക്ഷയിലാണ്. കളക്ഷൻ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 14-ാം ദിനത്തിലാണ് 1508 കോടി വെച്ചിട്ടുള്ള ഒഫീഷ്യൽ പോസ്റ്റർ വന്നത്. പിന്നീട് വന്നിട്ടില്ല. ഇന്ന് 18 ദിവസങ്ങൾ കടക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് കേരളത്തിൽ മാത്രമാണ് സിനിമയ്ക്ക് ഇടിവ് ഉള്ളത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും അധികം ഗംഭീരമായിട്ടുള്ള ഒരു ബുക്കിങ്ങും, അതായത് മോർണിംഗ് 6 മണിയുടെ ഷോ വരെ വെക്കുന്നുണ്ട് ഇപ്പോൾ. അതായത് സിനിമ റിലീസ് ചെയ്ത് 15 ദിവസം കഴിയുമ്പോഴത്തേക്ക് കാണുന്ന ഒരു കാര്യമാണ്. അതായത് നോർത്ത് ഇന്ത്യയിൽ കൊടൂരമായ തീയാണ്. ഓവർസീസിലേക്ക് കടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് നോർത്ത് അമേരിക്കയിലേക്ക് കയറുമ്പോൾ കാണുന്ന ഒരു കാഴ്ച വേറെ രസകരമാണ്. $14 മില്യൺ കഴിഞ്ഞിരിക്കുകയാണ് നോർത്ത് അമേരിക്കയിൽ നിന്ന്. അത് ഒഫീഷ്യലായിട്ട് വന്നിരിക്കുന്നത്. ഇനിയും കൂടിക്കൊണ്ടിരിക്കുന്നു. ഒരു പക്ഷേ 20 മില്യൺ ആയിരിക്കാം ഈ സിനിമ തൂക്കുന്നത്. അതായത് ഇതുവരെ ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കിട്ടുന്ന കളക്ഷൻ റെക്കോർഡുകളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സിനിമ. ഒരു രക്ഷയുമില്ല. ഇന്നലത്തെ എവിടെ നിർത്തിയോ അതിന് മുകളിലേക്ക് കയറുന്ന ഒരു കാര്യം തന്നെ കാണുന്നു. എന്തായാലും ഒഫീഷ്യൽ കളക്ഷന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ അല്ലു അർജുൻ ഫാൻസ് ഇടിച്ച് കയറിവാ. സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിച്ച് തന്നെ മുന്നോട്ട് കുതിക്കുക.